ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചപ്പെട്ട പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് USSുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എല്ലാവരും അതിന്റെ തയ്യാറെടുപ്പിലൊക്കെയാണെന്ന് അറിയാം. 1 മിനിറ്റ് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഗ്യാരണ്ടി. അപ്പോൾ എന്താണ് കഥ എന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവരും ആസിഡുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആസിഡിൽ ഏറ്റവും കോമൺ ആയിട്ട് പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരാളാണ് ഹൈഡ്രജൻ എന്നും നമുക്കറിയാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ആസിഡുകളെയും സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് ആസിഡുകൾ പറയും. ആ ആസിഡുകളെ നമ്മൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആളാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്താണ് മക്കളെ? ഹൈഡ്രോക്ലോറിക് ആസിഡ് എല്ലാവർക്കും അറിയുന്ന ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. മലയാളത്തിൽ എഴുതാം ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ എങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചോളണം മക്കള്, പഠിച്ചു വെച്ചോളണം. ഹൈഡ്രോക്ലോറിക് ആസിഡുകളെ സൂചിപ്പിക്കുന്നത് HCl എന്നാണ് സൂചിപ്പിക്കുക. മറന്നു പോരുത് കേട്ടോ, HCl. അതേപോലെ തന്നെ ദ കിങ് ഓഫ് ആസിഡ്, ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര് മക്കളെ? സൾഫ്യൂരിക് ആസിഡ്. ആരാണ്? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ സൾഫ്യൂരിക് ആസിഡുകളെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചോളാം മക്കളോ, H2SO4 എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മളോട് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, ചുവടെ തന്നിരിക്കുന്നതിൽ സൾഫ്യൂരിക് ആസിഡിനെ സൂചിപ്പിക്കുന്നത് ഏതാണ് എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ഇത് പഠിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അടുത്തതായിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വീര്യം കൂടിയ സ്ട്രോങ് ആസിഡാണ് ഏതെന്നറിയോ? നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. നൈട്രിക് ആസിഡ് പഠിച്ചു വെച്ചോളാം മക്കള്. നൈട്രിക് ആസിഡ്, നൈട്രിക് ആസിഡുകളെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചോളാം മക്കള്, പഠിച്ചോളാം. അതായത് ഇങ്ങനെയാണ് സൂചിപ്പിക്കുക, HNO3 എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ഈ 3 ആസിഡുകളും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകളാണ്, അഥവാ ശക്തിയേറിയ ആസിഡുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന ആസിഡ് വളരെ ശ്രദ്ധിച്ചോളാം. നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു ആസിഡാണ്. അതായത് ആസിഡിന്റെ പേര് ഇങ്ങനെയാണ്, കാർബോണിക് ആസിഡ്. ശ്രദ്ധിച്ചോണേ മക്കളെ, കാർബോണിക് ആസിഡ്. എങ്ങനെയാണ് കാർബോണിക് ആസിഡ് നമ്മൾ സൂചിപ്പിക്കുന്നത്? കാർബോണിക് ആസിഡിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ H2CO3 എന്നാണ് സൂചിപ്പിക്കുന്നത്. പഠിച്ചു വെച്ചോളണം, H2CO3. ഈ കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവരും അതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്. കാർബോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ സോഡാ വാട്ടർ, നമ്മൾ സോഡാ വെള്ളം കണ്ടിട്ടുണ്ട് അല്ലേ? ഈ സോഡാ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് കാർബോണിക് ആസിഡ്. വലിയ വീര്യം കുറഞ്ഞ അല്ലെങ്കിൽ വീര്യം കൂടിയ ആസിഡ് ഒന്നല്ല, വളരെ വീര്യം കുറഞ്ഞ ആസിഡാണ്. അപ്പൊ സോഡയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ സോഡാ വെള്ളത്തിൽ കാണപ്പെടുന്ന ആസിഡിന്റെ പേരാണ് H2CO3 എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വെക്കുക. അതായത് സാധാരണ ഒരു വെള്ളം എടുക്കുന്നു, ആ വെള്ളത്തിനകത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അടിച്ച് കയറ്റുകയാണ് ചെയ്യാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ എന്താണ്, ജലവും ചേർന്നിട്ട്, വാട്ടറും ചേർന്നിട്ടാണ് ഏതുണ്ടാകുന്നത്? കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നത്. മലയാളത്തിൽ എഴുതാം കാർബൺ ഡയോക്സൈഡ്, അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡും അതേപോലെ തന്നെ ജലവും ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നത്. അതാണ് സോഡാ വെള്ളത്തിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ആസിഡുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹൈഡ്രോക്ലോറിക് ആസിഡ് പഠിച്ചു, സൾഫ്യൂരിക് ആസിഡ് പഠിച്ചു, നൈട്രിക് ആസിഡ് പഠിച്ചു, ആൻഡ് ഓൾസോ കാർബോണിക് ആസിഡ് പഠിച്ചു. USS പരീക്ഷ കൃത്യമായിട്ട് എഴുതുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും കഴിയുന്ന ഒരു സാധനം തന്നെയാണ്. എങ്ങനെ, എപ്പോഴാണ് കഴിയുക? കൃത്യമായ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം. അതായത് എക്സാമുകളൊക്കെ നമ്മൾ അതായത് നമ്മൾ ഈ എക്സാമിന് മുമ്പേ, അല്ലെങ്കിൽ USS എക്സാമിന് തൊട്ട് മുമ്പേ എന്താണ്, പരിശീലനം, കൃത്യമായിട്ടുള്ള പരിശീലനം, അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എത്രമാത്രം എഴുതുന്നു അതിനനുസരിച്ചാണ് നമ്മളെ സ്പീഡ് വർദ്ധിക്കുക. കൃത്യമായിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ എത്രമാത്രം ക്വസ്റ്റ്യൻ ചെയ്യുന്നോ അത്രമാത്രം നമ്മൾ USS സ്കോളർഷിപ്പിനോട് അടുത്ത് വരും. അപ്പം ഇതിന് വേണ്ടിയിട്ട് എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് എഡ്യൂപോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫെബ്രുവരി 22-ാം തീയതി ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു മോഡൽ എക്സാം നടത്തുന്നുണ്ട്. ഫെബ്രുവരി 22-ാം തീയതിയാണ്. നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾക്കും ഇനി ബാച്ചിലില്ലാത്ത കുട്ടികൾക്കും ഒക്കെ എന്ത് ചെയ്യാം? ഈ ഒരു പരീക്ഷ എഴുതാവുന്നതാണ്. മനസ്സിലാക്കുക, ഓൺലൈനിലാണ് എക്സാം നടക്കുന്നത്. സോ ഓൺലൈനാണ്, USS മെഗാ മോഡൽ എക്സാം ആണ്. അപ്പോൾ ഓരോ എക്സാമുകളും എഴുതുമ്പോഴാണ് നമ്മൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും
നമ്മൾ ഒരു എക്സാം എഴുതുമ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലാണ്ട് നേരെ നമ്മൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്കിത് തിരുത്താനുള്ള സമയമില്ല. ഇപ്പോൾ ഈ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താണോ പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റും. ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് USS സ്കോളർഷിപ്പ് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പൊ മറക്കരുത്, ഫെബ്രുവരി 22-ാം തീയതിയാണ് നമ്മൾ ഈ എക്സാം നടക്കുന്നത്. ഇനി വെറുതെ അങ്ങോട്ട് നടക്കില്ല, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളെ ബാച്ചിലുള്ള കുട്ടികൾക്കും അല്ലാത്തവർക്കൊക്കെ എഴുതാം. മറക്കരുത്, ഫെബ്രുവരി 22-ാം തീയതിയാണ്, ഓൺലൈനാണ്. ഇനി ബെസ്റ്റ് സ്റ്റുഡന്റിന് ഒരാൾക്ക് 10,000 രൂപ സമ്മാനമുണ്ട്, പ്ലസ് സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ട്. ഇനി ഡിസ്ട്രിക്ട് ടോപ്പറിന്, ഓരോ ഡിസ്ട്രിക്റ്റിലെയും ടോപ്പേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സമ്മാനം കൊടുക്കുന്നുണ്ട്. അതാണ് രസം. ഡിസ്ട്രിക്ട് ടോപ്പേഴ്സിന് സമ്മാനമുണ്ട് 3000 രൂപയും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റും ഉണ്ട് ഓരോ ഡിസ്ട്രിക്റ്റിലെയും കുട്ടികൾക്ക്. കഴിഞ്ഞിട്ടില്ല. ഇനി ടോപ്പ് 10 സ്റ്റുഡന്റിന്, ആദ്യത്തെ 10 സ്റ്റുഡന്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മാനം കൂടി എജുബോർഡ് നൽകുന്നുണ്ട്. ISROയിലേക്ക് ഒരു ട്രിപ്പാണ്. എടാ, ഇതിൽക്കും വലിയ പ്രോത്സാഹനം എവിടെയാണ് കിട്ടുക? അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അതേപോലെ തന്നെ ഫെബ്രുവരി 24-ാം തീയതി ബാച്ചിലുള്ള കുട്ടികൾക്ക്, നമ്മളെ ബാച്ചിൽ മാത്രമാണ്. 22-ാം തീയതി ഞാനിപ്പോൾ പറഞ്ഞത് എല്ലാ കുട്ടികൾക്കും എഴുതാം, നമ്മളെ ബാച്ചിലുള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ എഴുതാം. പക്ഷേ 24-ാം തീയതി ഒരു എക്സാം നടക്കുന്നുണ്ട്. അതും മോഡൽ എക്സാം തന്നെയാണ്. നമ്മുടെ USS മെഗാ മോഡൽ എക്സാം ആണ്. അതും ഓൺലൈനിൽ തന്നെയാണ്. അത് നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾക്ക് മാത്രമേ എഴുതാൻ കഴിയുള്ളൂ. അപ്പം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ രജിസ്ട്രേഷൻ ലിങ്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മതി. എന്നിട്ട് നേരെ ബാച്ചിലേക്ക് വരിക. 24-ാം തീയതിയിട്ടുള്ള പരീക്ഷ നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പം മറക്കരുത്, 22-ാം തീയതി എല്ലാ കുട്ടികൾക്കും എഴുതാം, എല്ലാം നമ്മുടെ ബാച്ചിലുള്ളവരും അല്ലാത്തവർക്ക് എഴുതാം. 24-ാം തീയതി ബാച്ചിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് നമ്മൾ അവസരം കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള ഒരു പരീക്ഷയായിട്ട് ഈ USSനെ മാറ്റാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. വീണ്ടും കാണാം. ഗുഡ് ബൈ.